All I wanna do is be with you, always be the light things on you start. സോ ഹായ്, ഇപ്പം ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി അമ്പലത്തിൽ പോകണം. അപ്പം ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതാണ്. ദിസ് ഇസ് മൈ ഫേവറേറ്റ് പേഴ്സ്. ഞാനത് ആദ്യമായിട്ട് സാലറി കിട്ടിയപ്പോൾ വാങ്ങിച്ചതാണ്. സോ എനിക്കിത് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് ഇതിൻ്റെ അടുത്ത്. സോ ലെറ്റ്സ് ഗോ. ഓക്കെ ബൈ. Some people have written books, some have a great look that covers some magazines for kids who are 17. But I don't know what to do, staring into the blue sky and just waiting for a sign. Someday I like dust in the wind, or the talk of the town that we are living in. Well, I don't know, how could I know what lies ahead of me? Am I part of it? ഞാൻ വീട്ടിലെത്തി ഗൈസ്, വിളിച്ചുണർത്തിയിട്ട് ഉറങ്ങുവാ പോലും. ഞാൻ വീട്ടിലെത്തി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. ബ്രേക്ക്ഫാസ്റ്റ് ആകുന്നതേ ഉള്ളൂ. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അവിടെ ഇപ്പം ഏകദേശം 9:45 തോന്നുന്നു സമയം. എന്റെ പുറകെ വന്നതാണോ നീ? കം ഓൺ, ലെറ്റ്സ് ഗോ. ബാ. ഓട്ടട എന്റെ പുറകെ വന്ന കുട്ടി ശർക്കരയും തേങ്ങയും കൂടെ അത് നമ്മൾ ഈ ഓട്ടടയിൽ ഇടുന്നു ആൻഡ് മടക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഓക്കെ, നാം കഴിക്കാൻ പോകും. സോ കറന്റ് ഞാൻ വാച്ച് ചെയ്യുന്നത് ഷൂട്ടിംഗ് സ്റ്റാർസ് ആണ്. അപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. പോലീസ് യൂണിവേഴ്സിറ്റി തുടങ്ങി വെച്ചിട്ടുണ്ട്, സ്പൈ ഫാമിലിയും തുടങ്ങി വെച്ചിട്ടുണ്ട്. സോ എന്തായാലും ഷൂട്ടിംഗ് സ്റ്റാർ ഞാൻ കാണാൻ പോകുന്നത്. പിന്നെ എനിക്കൊരു ഓർഡർ ചെയ്യാനുണ്ട്. ഞാൻ അതുകൊണ്ട് രാവിലെ ഇവിടെ എത്തി. ആദ്യം തന്നെ നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാം. നോക്കാറേ ഇല്ല പാവത്തിന് ഞാൻ. സോ ബിഫോർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഐപാഡ് എടുക്കുക, ഓപ്പൺ ചെയ്യുക, സീരീസ് റെഡിയാക്കുക. ഒന്നെങ്കിൽ ഞാൻ സീരീസ് കാണും, അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും വ്ളോഗ് കാണും. ഇതൊക്കെയാണ് സ്ഥിരം പരിപാടി. സോ ഇന്ന് വന്ന ഓർഡറിന് ആളുടെ ലൈക്ക് ചോയ്സ് വന്നിട്ട് ബ്ലൂ ആൻഡ് വൈറ്റ് ആണ്. അപ്പം ഞാൻ ബ്ലൂ പേപ്പർ നോക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു 2 അല്ലെങ്കിൽ 3 എടുക്കാം. സോ 3 സ്ക്രാപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്. സ്ക്രാപ്പല്ലോ. ആൻഡ് ഇനി വേണ്ടത് വൈറ്റ്. അയ്യോ, സോ വൈറ്റ് റെഡി.
സോ മിനി ആൽബം റെഡിയായി. ഇറ്റ്സ് റെഡി ടു ഡിസ്പാച്ച്. അപ്പോൾ ഇത് പോകുന്ന ഡൽഹിയിലാണ്. ആൻഡ് റൈറ്റ് നൗ ഐ എം വാച്ചിങ് റൊമാൻറ്റിക് കില്ലർ അനിമയാണ്. ഞാൻ ഇന്ന് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. ബട്ട് ഇപ്പം തന്നെ ഐ തിങ്ക് 5 എപ്പിസോഡായി. ഓർഡർ പാക്ക് ചെയ്ത് കൊടുത്തയച്ചു. ഇനി ഒരു കാര്യം കാണിച്ചു തരാം. എൻ്റെ അമ്മയുടെ കുഞ്ഞ് കൃഷിയാണ്. കൃഷി ലൈക്ക് കൂടുതലും ടൊമാറ്റോസ് ആണ് കേട്ടോ. ലോട്ട്സ് ഓഫ് ടൊമാറ്റോസ്. അയ്യോ, ടൊമാറ്റോസ് മാത്രമേ ഇവിടെ ഉള്ളൂ ഇപ്പം. വീണ്ടും ടൊമാറ്റോസ്, വീണ്ടും കുറേ ടൊമാറ്റോസ്. സോ ഇങ്ങനെ ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ടൊമാറ്റോ ആണ് ഇവിടെ ഉള്ളത്. സോ എന്തായാലും ഇതെൻ്റെ അമ്മയുടെ കുട്ടി കൃഷിത്തോട്ടമാണ്. ഓക്കെ, നമുക്ക് എൻ്റെ ക്രാഫ്റ്റ് റൂം എൻ്റെ ഇപ്പുറത്ത് എൻ്റെ ക്രാഫ്റ്റ് റൂം. Today's lunch is തക്കാളി സാദമാണ് and സോയാബീൻ. ഇന്ന് അവൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രൗണിയാണോ? കുക്കി ചോക്കോ ചിപ്പ് കുക്കി. പാൽ, പഞ്ചസാര പൊടിച്ചത് 1/4 കപ്പ് എന്ന് പറയുമ്പോൾ 4 ടേബിൾ സ്പൂൺ ആണ്. ഇനി നമ്മൾ വാനില എസൻസ് കുറച്ച് നമ്മൾ ആഡ് ചെയ്ത് ഒരു സ്മെല്ലിന് അങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുകയാണ്. നല്ല സോഫ്റ്റ് ആവണം. കണ്ണുണ്ടോ സ്പൈസസ്? ഫ്ലഫിയായി മൈദമാവ് ഓൾ പർപ്പസ് ഫ്ലോർ ഇടാൻ പോവുകയാണ്. നിനക്ക് ദേഷ്യം വന്നാ എനിക്ക് ഓണമാന്നേ. എന്തുവാ കാണിക്കുന്നേ? എന്ത് കുട്ടിക്കണ്ടേ? പിന്നെ നശിപ്പിക്കോ? ഒരു 1/4 കപ്പ് എടുത്ത് നമ്മൾ അതിനെക്കാട്ടി പകുതി എടുത്താൽ മതി. സ്പൂണോടെ വാനില എസൻസ് എടുത്താൽ സ്പൂണിനൊക്കെ വാഷ് ബേസിൽ മിക്കവാറും ഒരു ലോഡ് സ്പൂൺ കൊണ്ട് നിറയും ഗൈസ്. ഇപ്പൊ പോവാണെങ്കിൽ കൊക്കോ പൗഡറായി ഗൈസ്. കൊക്കോ പൗഡർ നമ്മൾ തട്ടുകയാണ്. ബേക്കിംഗ് പൗഡർ എടുക്കുക. 1 സ്പൂൺ, 2 സ്പൂൺ, 3 സ്പൂൺ, 4 സ്പൂൺ. ആയിക്കോ, ഇനി എത്ര സ്പൂൺ വരുന്നത് നിങ്ങൾ കണ്ടോ? We are going to mix. അയ്യോ, മാവിന് നോവോ? ഗൈസ് പണിപ്പാളി. 2 സ്പൂൺ പാൽ നമ്മൾ ആഡ് ചെയ്തു. ഇനി ഇത് കട്ടിയായിരുന്നെങ്കിൽ ഇറ്റ്സ് ഫ്ലോക്കായി. ഇപ്പൊ കൂടുതലായിപ്പോയിരുന്നു. അങ്ങനെ സംഭവം റെഡിയായി. ഇനി നമ്മൾ ഇതിൽ കുറച്ച് ചോക്കോ ചിപ്സ് ഇടും. ഞാനത് എടുത്തോട്ട് വരട്ടെ. പൊട്ടിക്കുന്നതാണ് ടാസ്ക്. ഇതിനകത്താണ് നമ്മളെ ചോക്കോ ചിപ്സ് ഇരിക്കുന്നത്. അവരെത്ര ഇടണം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അയ്യോ, അതൊക്കെ ഡിപ്പെൻസ് അപ്പോൺ. കുറച്ചിട്ടാ മതി. നീ ചോക്കോ ചിപ്സിന്റെ മാത്രം വെച്ച് ഉണ്ടാക്കിയാ പോയാ മതി. എന്ത് മതിയടി? ഓൾറെഡി ഇത് കുറച്ചല്ലേ ഉള്ളി. നീ കാണിച്ച് മൊത്തം തൊട്ട് എന്താ ചോക്കോ ചിപ്പ് കുക്കി. നമ്മൾ ഇതിനെ മിക്സ് ചെയ്യണം. ഇനി കഴിക്കാം.
നമ്മൾ 2 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുകയാണ് ഓവനിൽ. എന്തായിരുന്നു നമ്മുടെ ട്രെയില് ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്യാൻ പോവുകയാണ്. കിടന്ന് വിളിക്കണ്ട മൈക്രോ ഓവൻ. ഞാൻ വരും. എന്തരാവോ എന്തരാ മതി 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 ഓവറാക്കാം. ഇന്ന് സ്കൈ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. Let me show you. I thought that we had something special. I thought I handled this so well. അങ്ങനെ ഞങ്ങൾ ഇടിഞ്ഞിൽ എന്ന് പറയും, ചിലടത്ത് ചിരാതെന്ന് പറയും. ഒന്നും തോന്നരുത്, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പടക്കം പൊട്ടിച്ച് തുടങ്ങി. അത് ഇന്നലെ തൊട്ടേ ഉണ്ട്, 2 ദിവസം കൊണ്ടേ ഉണ്ട്. ഞങ്ങൾ ദീപാവലിക്ക് ദീപം കൂടെ കത്തിച്ച് വെക്കാറുണ്ട്. അടുത്ത പടക്കം പൊട്ടാൻ പോവാണ് ഗൈസ്. എല്ലാരും ചെവി പിടിച്ചു. ചീറ്റി പോയി ഗൈസ്. ഈ നെറ്റുകളുടെ ഇടയിലൂടെ നമുക്ക് ഒരാളെ കാണാം. അതാണ് എന്റെ അനിയത്തി. നമ്മൾ പൂത്തിരി കത്തിക്കാൻ പോവാണ്. നമ്മളല്ല, ഞാനാണ് കത്തിക്കാൻ പോണ കേട്ടോ. ഞാൻ പൂത്തിരി കൈമാറിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇത് എന്ത് സാധനമാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇത് പൊട്ടിക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ മിന്നുവിനെ സ്ഥലം മാറ്റിയിരിക്കുന്നു ഗൈസ്. പാവം കൊച്ചു. ഗൈസ് ഒരു പടക്കം പൊട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം. എന്ന് കത്തുമെന്ന് അറിയത്തില്ല, പക്ഷെ എന്ന് പൊട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. എടി ഇപ്പഴെങ്ങനെ പൊട്ടോ? എടി ഇപ്പഴെങ്ങനെ പൊട്ടോ? ആ ഗൈസ് ഇപ്പൊ പൊട്ടും. ഓ പൊട്ടി. അടുത്തതായി പിരിപ്പിയാണ് നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത്. നമ്മൾ കുറച്ചങ്ങോട്ട് നീക്കുവേ, കുറച്ചും കൂടെ അങ്ങോട്ട്. ഓ അങ്ങോട്ട്. ഓ
ഇതെന്താണെന്ന് അറിയത്തില്ല. ഇത് പൊട്ടിക്കാൻ പോവാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ദീപാവലി തീർന്നു. Oh no. Oh no.